ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ റെഡി ഫോർ ലവിന്റെ 5ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിംഗ് സീനിനെ കാണിക്കുവാണ്. നമ്മുടെ CA വന്നിട്ട് ആ മോഡൽ പെണ്ണ് വിളിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ, നിങ്ങളിപ്പോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ CA പറയണോ, ഞങ്ങൾ എന്തോ സംസാരിക്കാൻ, അതിനൊന്നും ടൈം കിട്ടിയില്ല, ആള് ഭയങ്കര ബിസിയാന്ന് പറയാം. അപ്പൊ ഈ മോൾ പെണ്ണ് പറയാണ്, നീ എപ്പോഴും അവന്റെ കൂടെ പറ്റിപ്പിടിച്ച് നിന്നാ മതി, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ ആവും, നീ എപ്പോഴും അവന്റെ കൂടെ ഇരിക്കാൻ നോക്കി, ഇച്ചിരി ക്ലിങ്കി ആവാനൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ CM വിചാരിക്കും, ഓക്കെ ഇവള് പറഞ്ഞതല്ലേ ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് CA കടന്നു പോവാം. എന്നിട്ട് ഈ മോൾ പെണ്ണ് ആലോചിക്കുവാണ്, ആക്ച്വലി ഇവര് ചെറുപ്പത്തില് മറ്റൊരു പയ്യനെ കാണിച്ചില്ലായിരുന്നു. അപ്പൊ ആ പയ്യൻ വന്നിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടുവന്നിട്ട് ടാങ്കിന് ഒരിക്കൽ കൊടുത്ത്. അപ്പൊ എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുവാണ്, ഈ ചെറുക്കൻ വന്ന് ടാങ്കിന്റെ അടുത്ത് പറയണം, ഇത് ഈ മാസം 13-ാം തീയതി ആയതേ ഉള്ളൂ, ഇപ്പഴേ 27ാമത്തെ ലവ് ലെറ്ററാണ്, ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു പെണ്ണ് തന്നേന്ന് പറഞ്ഞിട്ട് ലെറ്റർ കാണിക്കും. അപ്പൊ ടാങ്ക് പറയണേ, എനിക്ക് ഇങ്ങനത്തെ ക്ലിങ്കി ആയിട്ടുള്ള പെമ്പിള്ളേരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എപ്പോഴും ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് കൂടെ കാണും, അതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കാണും കേട്ടോ. മാത്രമല്ല അപ്പൊ എടുത്തുകൊണ്ട് നമ്മുടെ ഈ മറ്റേ പയ്യൻ പറഞ്ഞു കാണും, എനിക്കൊരു അനിയത്തി ഉണ്ടെന്ന്, എനിക്ക് ഏത് ടൈപ്പ് പെമ്പിള്ളേരെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ, എന്റെ അനിയത്തി നല്ല സുന്ദരിയാ, അപ്പൊ അവൾക്ക് വേണ്ടി നോക്കാന്ന് പറയുന്ന സമയത്ത് ടാങ്ക് പറയുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ടാങ്ക് അവിടെ നിന്ന് പോയി കാണും. അപ്പൊ ഈ കാര്യം വന്ന് ആ മോഡൽ പെണ്ണ് ആലോചിക്കുവാണ്. അപ്പൊ CA ഇച്ചിരി ക്ലിങ്കി ആവണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് കുറച്ച് ഗ്രേപ്സ് എടുത്ത് അവളുടെ അടുത്ത് ചെന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി എടുത്തോണ്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ക്ലീൻ ചെയ്യുന്ന പോലെ നിൽക്കും. അപ്പൊ ഇവർക്ക് ഇവൾക്ക് എന്തോ പറ്റി, ഇത് എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നല്ലോ. ചെയ്യുന്ന സമയത്ത് ഇവള് പറയും, അതൊന്നുമല്ല, ഞാൻ ഇച്ചിരി ജോലി എടുത്ത് ഇച്ചിരി എക്സസൈസ് ആവത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയാം, അതിനെ ആന്റി ഉണ്ടല്ലോ അവര് ചെയ്തോളും, നീ എന്തൊന്നും ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഇവള് പറയാം, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പൊ ഇവൻ ചോദിക്കും, നിനക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ, നീ എന്തെങ്കിലും എന്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നോന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയും, ഞാനെന്ത് ഹൈഡ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നൊരു സാധനം തറ വീണ് പൊട്ടും. ആക്ച്വലി അത് അവന് വന്നിട്ട് അവന്റെ ഗ്രാൻഡ്പയോ എങ്ങാണ്ട് എന്തോ ഒരു പട്ടിക്കുട്ടുണ്ടായിരുന്നു, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊടുത്തതായിരുന്നു ഈ ഒരു ക്രിസ്റ്റലിന്റെ ഒരു സാധനം. അപ്പൊ ആ സാധനമാണ് ഉള്ള കൈ കൊണ്ട് താഴെ വീണ് പൊട്ടിയത്. അപ്പൊ അവൻ ഭയങ്കര ഇമോഷണലായിട്ട് ആ അവളടുത്ത് ഷൗട്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിന്നെ കാണേ വേണ്ട, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ CM ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. എന്റെ സ്ത്രീ ആദ്യം ചെന്ന് വെച്ച് ഞാൻ മോൾ പെണ്ണെ വിളിച്ചിട്ട് പറയണം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം തറയി വീണ് പൊട്ടിയെന്ന്. അപ്പൊ എടുത്തിട്ട് ആ മോൾ പെണ്ണ് പറയാണ്, ഓക്കെ അവന് ചിലപ്പോ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും കൊടുത്തൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും ദേഷ്യപ്പെട്ടു, നീ അത് കാര്യമാക്കണ്ട, ഒരു കാര്യം ചെയ്യും, നീ അവന്റെ അടുത്തൊന്നും ചെന്ന് ഇപ്പൊ സോറി ഒന്നും ചോദിച്ചു കളയല്ലേ, ചിലപ്പോ അവൻ നല്ല കലിപ്പിയെ നിൽക്കുക, എന്തെങ്കിലും പ്രശ്നമായി കളയുമെന്ന് പറയുന്ന സമയത്ത് CM പേടിച്ചു നോക്കി അവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അവന്റെ ആ വീടിനകത്തൊരു ഓഫീസ് മുറിയുണ്ട്, അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, ഈ സാധനം പൊട്ടിയില്ലെന്ന്. ആ സമയത്ത് കറക്റ്റ് വന്ന് ഈ മോഡൽ പെണ്ണിന്റെ ഒരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ എന്റെ ഈ സാധനം ശരിയാക്കി തന്നതിന് വളരെയധികം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അയക്കും കേട്ടോ. അപ്പൊ നമ്മൾ ടാങ്ക് നോക്കിയിട്ട് ഇവള് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ ഇവള് പറയാം, അയ്യോ സോറി, ഞാൻ ആള് മാറി മെസ്സേജ് ചെയ്തതാ, ഇത് വന്ന് എന്റെ ഒരു പെൻഡന്റ് ആയിരുന്നു, ഇത് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തറവിന് പൊട്ടിപ്പോയി, അവരതൊരു കുഴപ്പമില്ലാതെ കണ്ടു, എന്ത് വൃത്തിയായിട്ടാണ് ശരിയാക്കി തന്നേക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് ഈ മോഡൽ പെണ്ണ്. അപ്പൊ ടാങ്ക് ചോദിക്കണോ, ഓക്കെ എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, അത് അവര് ശരിയാക്കി തരാനായിട്ട് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ബുക്ക് ചെയ്യാവോ അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന സമയത്ത് ഇവളാണ്, അവരിപ്പോ സെയിൽസ് ഒന്നും എടുക്കുന്നില്ല, പിന്നെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആവണം, ഞാൻ വേണമെങ്കിൽ ഞാനായിട്ട് തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ടാങ്കിന്റെ അടുത്തും അവള് പറയണം. അത് കഴിഞ്ഞ് ടാങ്ക് വിചാരിക്കണം, ഓക്കെ ഞാൻ അവളെ കുറെ വഴക്ക് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവളോട് സോറി ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവൻ വരുന്ന സമയത്ത് ഇത് കാണുമ്പോ CAക്ക് പേടി, ഓൾറെഡി മോഡൽ പെണ്ണ് പറഞ്ഞോണ്ട് ഇനിയും വഴക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ടാവും, നീ അനങ്ങാൻ പോകണമെന്ന്. അതുകൊണ്ട് ഇവളങ്ങ് ഉറങ്ങിയ പോലെ കിടക്കുക. അപ്പൊ ഇവള് വന്ന് നോക്കുമ്പോ ഇവളങ്ങ് ഉറങ്ങിയ പോലെ കിടക്കുന്നുണ്ട്, അവനെ അവിടെ നിന്ന് പോവാട്ടോ. പിറ്റേന്ന് രാവിലെ ആവുമ്പോ ഇവനാണെങ്കിൽ ഭയങ്കര റിഗ്രറ്റ്, അവളെ കിടന്ന് വഴക്കും പറഞ്ഞല്ലോ, അവളാണെങ്കിൽ അവന്റെ മുന്നേ പോലും വരുന്നില്ല. അപ്പൊ ഒരു സോറി ചോദിക്കാന്ന് വെച്ചാൽ പോലും ഇവള് മുന്നേ വരുന്നില്ല, ഇനിയിപ്പോ എന്തോ ചെയ്യും, എന്നാ അവളെ അടുത്ത് പോയി സംസാരിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവിടുന്ന് എണീക്കുന്ന സമയത്ത് കറക്റ്റ് മോൾ പെണ്ണിന്റെ കോൾ വരും. വേറെ ഒന്നുമല്ല, ഇവന്റെ വന്നിട്ട് ആ ഒരു പൊട്ടിയ സാധനമില്ല ക്രിസ്റ്റല്, അത് ശരിയാക്കിയെന്ന് പറഞ്ഞിട്ടൊരു കോളാ വരുന്നത്. അപ്പൊ എന്നിട്ട് അവളടുത്ത് പറയാണ്, നീ എനിക്ക് എത്ര പൈസ ചെലവായോ അത് ഞാൻ തന്നേക്കാന്ന് ടാങ്ക് പറയുന്ന സമയത്ത് ഈ മോളിൽ വേണ്ടി പറയാണ്, ഓ പൈസ എന്തിനാ തരുന്നത്, നമ്മൾ ഇച്ചിരി ക്ലോസ് അല്ലേ, നല്ല ഫ്രണ്ട്സ് പോലെയല്ലേ, ഞാൻ ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ, എനിക്ക് അങ്ങനെ പൈസ ഒന്നും വേണ്ട, ഇച്ചിരി ഹോംലി ഫുഡ് കഴിച്ച് എനിക്ക് കൊള്ളാവുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഡിന്നറിന് വിളിക്കുമെന്ന് ചോദിക്കണം. അപ്പൊ ഇവനെ നോ പറയുന്നില്ല. മാത്രമല്ല ഈ മോളിൽ വേണ്ടി പറയണം, നിങ്ങളുടെ ഫിയാൻസിയുടെ കുക്കിംഗ് സ്കില്ലൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, അവിടെ ഞാനിന്ന് വന്നോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവനും പറയാം, ശരി എന്നാ വൈകിട്ട് ഡിന്നറിന് വരാൻ പറയണം. അങ്ങനെ ഡിന്നറിന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ CA വന്നിട്ട്
ഈ മോൾ പെണ്ണോട് ചോദിക്കാണ്, നിങ്ങൾ എങ്ങനെ വഴി തെറ്റാതെ കറക്റ്റ് ഈ വീട്ടിലേക്ക് വന്നത്, നിങ്ങൾക്ക് ഈ വഴിയൊക്കെ പരിചയമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് മോൾ പെണ്ണൂറാണ്, ഞാൻ ഇവിടെ ഇടയ്ക്കിടെ യൂഷ്വലി വന്ന് പോകുന്നതാണ് ഇവിടെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ, അവിടെ എനിക്ക് ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. മാത്രമല്ല ഈ മോഡൽ പെണ്ണ് പറയണം, ഈ മറ്റേ പൊട്ടിയ സാധനം കൊടുത്തിട്ട് പറയണം, ഇത് വളരെയധികം സൂക്ഷിച്ചു വെച്ചേക്കുക കേട്ടോ. മാത്രമല്ല സിയയോട് ചോദിക്കണം, ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം അവന്റെ ഫാമിലിയിൽ റിലേറ്റീവ്സ് ആരെങ്കിലും കൊടുത്താൽ നീ എന്ത് പരിപാടിയെ കാണിച്ചു, സിയ ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ടതെന്ന് പറയട്ടോ. അപ്പൊ സിയക്ക് എന്തോ പറയണമെന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, അവളുടെ ഭാഗത്ത് തെറ്റുപറ്റി, അവൾക്ക് അറിയത്തില്ല. അവള് ഷോക്കായി നോക്കുന്നത് നമ്മുടെ മോൾ പെണ്ണിനെ എങ്ങനെ അറിയാം ഇവന്റെ റിലേറ്റീവ് കൊടുത്താന്ന്, ആ കാര്യം സിക്ക് പോലും അറിയത്തില്ല. അപ്പൊ എടുത്തുകൊണ്ട് നമ്മൾ ടാങ്ക് ചോദിക്കണം, അല്ല എന്റെ റിലേറ്റീവ് തന്നാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം. അപ്പൊ ഈ മോൾ പെണ്ണ് പറയണേ, അത് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ, നിങ്ങളുടെ ആ ഒരു ഇമോഷനും കാര്യങ്ങളും ആ ഒരു സങ്കടവും കണ്ടോ ആർക്ക് വേണേലും മനസ്സിലാക്കാലോ എന്ന് പറയണം. മാത്രമല്ല ഈ മോഡൽ പെണ്ണ് പറയണം, ഇപ്രാവശ്യം സിയ നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ നിന്റെ കൂടെ നിൽക്കത്തില്ല, ഞാൻ ടാങ്കിന്റെ കൂടെ നിൽക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം തെറ്റി നിന്റെ ഭാഗത്താന്ന് പറഞ്ഞിട്ടും നമ്മുടെ സിയ ഇതാക്കി പറയുകയാണ്. മാത്രമല്ല നീ ഇത്രയും കെയർലെസ് ആയത് ശരിയായില്ലെന്ന് പറയണം. അപ്പൊ സിക്ക് ഇതെല്ലാം കൂടി കേട്ടപ്പോ അവൾക്ക് അങ്ങ് ആകെ മൊത്തം സങ്കടമാകും. അപ്പൊ സിയ പറയണ ശരിയാണ്, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ഒരു ഫിയാൻസി എന്നുള്ളത് എനിക്ക് ഞാൻ ഇച്ചിരി കെയർ എടുത്ത് കാര്യങ്ങൾ ചെയ്യണതായിരുന്നു. അവിടെ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഫുഡ് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് സി അവിടെ നിന്ന് എണീറ്റ് പോകണം. അപ്പൊ ടാങ്കിന് കാര്യം മനസ്സിലായി, നമ്മുടെ സിക്ക് ഭയങ്കര സങ്കടം. മാത്രമല്ല അപ്പൊ ടാങ്ക് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഡയറ്റ് നോക്കണം, അവിടെ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുന്നു പറയാട്ടോ മോൾ പെണ്ണിന്റെ അടുത്ത്, കാരണം ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് മോൾ പെണ്ണ് ചോദിക്കണം, അല്ലെ കൊണ്ടാക്കുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാണ്, നീയല്ലേ പറഞ്ഞത് നിനക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഭയങ്കര കൃത്യമായിട്ട് അറിയാന്ന്, അവിടെ നീ ഒറ്റയ്ക്ക് പോയിക്കോളില്ലേ, ഞാൻ എന്റെ ഫിയാൻസി ഒന്ന് പോയി കാണട്ടെ, അവൾ ഇച്ചിരി ഓക്കെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സി ആണെങ്കിൽ അവൾക്കാണെങ്കിൽ കണ്ണീര് തന്നെ വന്ന് അവളൊരു പാവയും പിടിച്ചെന്ന് പറയുകയാണെങ്കിൽ ശരിയാ, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ യാതൊരു യോഗ്യതയില്ല. മാത്രമല്ല ഈ മോൾ പെണ്ണ് എത്ര കാര്യങ്ങൾ കെയർ എടുത്ത് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം, അവര് തമ്മിലെ മാച്ച് ആവുന്നു, ഞാൻ തമ്മിലൊരു മാച്ച്, ഞാനും അവനും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെന്ന് പറഞ്ഞ് ഇവള് അവിടെ സങ്കടപ്പെട്ടിരിക്കാം. ആ സമയത്ത് ടാങ്ക് അങ്ങോട്ട് വന്നിട്ട് ഇവളെടുത്ത് പറയാണ്, നീ എന്തിനാ കരയുന്നേ, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാട്ടോ. ഇനി നിന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടതിനെങ്ങാനാണോ നീ കരയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, അതൊന്നുമല്ല, നിങ്ങൾക്ക് വന്ന് അവളുമായിട്ട് എന്തെങ്കിലും സീക്രട്ട് അഫെയർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലായിട്ട് സീക്രട്ട് അഫെയർസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ ചിരിക്കും, എന്തുവാടി നീ ചോദിക്കുന്നേ, എന്തുവാ നിനക്ക് ജലസ് ഞാൻ ആവുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയാണ്, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയണം, ഞാൻ നിങ്ങളുടെ കൂടെ കോൺട്രാക്ട് ഇട്ടേക്കുമല്ലേ, അപ്പൊ എനിക്ക് അതിന്റെ അനുസരിച്ച് അഭിനയിക്കണേ, അത് വേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവനും അപ്പം പറഞ്ഞു, ശരി എന്നാ മനസ്സിലാക്കാം, നമുക്ക് ഇച്ചുകൂടി ആഴത്തെ മനസ്സിലാക്കാന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് എടുത്തോണ്ട് പോകും. അപ്പൊ ഇവള് പറയും, അയ്യോ ഞാൻ റെഡി ആയിട്ടില്ല, എന്നെ വിടണേന്ന് പറഞ്ഞിട്ട് ഇവളോട് കൂവി വിളിക്കുക. വേറെ ഒന്നുമല്ല, ഇവൻ കൊണ്ടുവരുത്തിയിട്ട് ഇവന് ചെറുപ്പം തൊട്ടുള്ള ഫോട്ടോസ്, ഇവന്റെ വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുക, ഓരോ ഫോട്ടോസ്, ഇതിൽ അതാണ്, ഇങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റിലാണ് ഈ ഫോട്ടോ എടുത്തത്, എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവരെ കുറെ സാധനങ്ങളെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കണം. അത് ചോദിക്കണം, സിയ നിന്റെ ലൈഫ് എങ്ങനെയാണ്, നിന്റെ കാര്യം കൂടി എന്റെ അടുത്ത് ഷെയർ ചെയ്യുക, എപ്പോഴല്ലേ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ സമയത്ത് സിയ പറയണേ, എന്റെ ഒരു സാധാരണ ലൈഫാണ്, എനിക്ക് വന്നിട്ട് ഒരു അസുഖം വന്നു 5 വയസ്സുള്ളപ്പോ, അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുമ്പുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല, ഹോസ്പിറ്റലൊക്കെ, അതുകൊണ്ട് തന്നെ കുറെ പൈസ ചെലവായി. അതുകൊണ്ട് എന്റെ ഗ്രാൻഡ്പയ്ക്ക് അതുപോലെ എന്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടം, എല്ലാവരും എപ്പോഴും എന്നെ ഒരുമാതിരി അവോയ്ഡ് ചെയ്തിട്ടുള്ള രീതിക്കാണ് എന്നെ പെരുമാറുന്നത്. മാത്രമല്ല എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയ സമയത്ത് എന്നെ പഠിപ്പിക്കാൻ വേണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ എന്റെ ഗ്രാൻഡ്പയ്ക്കും പപ്പയ്ക്കും തീരെ താല്പര്യമായിരുന്നു. അവര് പറയുന്നത് ഒന്നെങ്കിൽ ഇവളെ കെട്ടിച്ചു വിടുക, അല്ലെങ്കിൽ ഇവൾക്ക് വല്ല ജോലിക്ക് വിടുക, അല്ലാതെ ഇവളെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും എന്റെ അമ്മയാണ് കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചതും എന്റെ യൂണിവേഴ്സിറ്റി ഫീസ് എല്ലാം കൊടുത്തത്. ഇത് പറഞ്ഞിട്ട് ഇവളുടെ സങ്കടമൊക്കെ പറയാട്ടോ. ഇനി ബിന്നിന്റെ കൂടെ നമ്മുടെ ടാങ്ക് ആണെങ്കിൽ ഓൾറെഡി പാർട്ട്ണർ ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഇച്ചിരി കൂടി പ്രൊഡക്ട്സ് വന്നിട്ട് അവിടെ ലോഞ്ചിൽ ആഡ് ചെയ്യാനായിട്ട് ആ ഫയൽ കൊടുക്കാനായിട്ടാണ് നമ്മുടെ സി ചെന്നിരിക്കുന്നത്. നമ്മുടെ സിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ബിന്ന് പറയണോ, നിനക്ക് ഞാൻ പറഞ്ഞു തന്നേക്കാന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പുറത്ത് ഓക്കെ ബായ് പറയാൻ പോകുന്ന സമയത്ത് ഇവള് പറയാണ്, താങ്ക്സ്, വളരെയധികം താങ്ക്സ് ഉണ്ട്, നിങ്ങളിപ്പോ എന്റെ ടീച്ചർ കണക്കാണ്, കാരണം എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നല്ലോ, എനിക്കൊരു സാറാന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയണം, ഓക്കെ എന്നാ എന്റെ കൂടെ ഡിന്നറിന് വരാമോ, ഇത്രയും ലേറ്റ് ആയില്ലേ, അവിടെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവള് വിളിച്ചോണ്ട് പോവാം. അപ്പൊ ഇവളാണെങ്കിൽ ഫുഡ് കഴിക്കായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ടാങ്ക് ആണെങ്കിൽ വീട്ടിൽ ചെന്ന് അപ്പാർട്ട്മെന്റിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവളെന്ത് ഈ സമയത്തും വരാത്ത, എന്നെ കാണാൻ ഇത്ര നേരമായിട്ട് വന്നില്ലോ, ഒരു കാര്യം ഈ പെണ്ണിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കാം. എന്നിട്ട് ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവള് വന്നിട്ട്
റെസ്റ്റോറന്റിൽ ഇവന്റെ കൂടെ ഫുഡ് കഴിക്കല്ലേ. അപ്പോൾ അവള് പറയണ ഞാൻ വന്നിട്ട് ബിന്നിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തു വന്നു. അപ്പൊ നമ്മുടെ ടാങ്കിനെ കലിപ്പാവുക. ടാങ്ക് ചോദിക്കും നീ എന്തുവാടി അവനെ ഡേറ്റ് ചെയ്യുവാണോ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫോണിൽ നിന്ന് കുറച്ച് ശബ്ദം പുറത്തേക്ക് വരുന്നു തോന്നുന്നു. അപ്പൊ സിയെ നേരെ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മാറി നിന്ന് സംസാരിക്കും കേട്ടോ. അപ്പൊ ടാങ്ക് ചോദിക്കണം നീ എന്തിനാ വല്ല ആണുങ്ങളുടെ കൂടെയൊക്കെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത്, ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും, പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യമൊന്നും നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ചോദിക്കണേ അതിന് നിങ്ങളുടെ ബർത്ത്ഡേ ഇന്നാണോ, ഓഫീസിലുള്ള ഫയൽ നോക്കിയപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ബർത്ത് വേറെ ഒരു ദിവസമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം അത് വന്ന് ഇച്ചിരി തെറ്റാണ്, എന്റെ ID കാർഡിൽ ഇന്ന് എന്റെ ബർത്ത്ഡേ വന്നിട്ട് അവിടെ നീ എന്താ ഇതുവരെ വരാത്തെ, ഒന്നുമില്ലെങ്കിൽ നീ ഫേക്ക് ആണെങ്കിൽ എന്റെ ഫിയാൻസി ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പറയുന്ന ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ബിന്നിന്റെ അടുത്ത് പറയണം ഞാൻ അർജന്റായിട്ട് എനിക്കൊരു കാര്യമുണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ വരും കേട്ടോ. ഇനി അവള് വീട്ടിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ടാങ്ക് ആണെങ്കിൽ നല്ല കലിപ്പായിരിക്കുക. അപ്പോൾ പറയാണ് ശരി ബർത്ത്ഡേ അല്ലേ ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് തരാമെന്നും പോയിട്ട് 2 മുട്ട എടുത്തോണ്ട് വന്നിട്ട് പറയാണ് കൈ കൊടുത്തിട്ടാണ് മുട്ട വെച്ച് എന്താണ്ടൊക്കെ കാണിച്ചിട്ട് പറയാണ് ഇനി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും വരട്ടെ, നിങ്ങളുടെ എല്ലാ ദോഷ സമയം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇവന് ശരിയൊന്നുമില്ല, മാത്രമല്ല ഇവനൊന്നും കഴിച്ചിട്ടില്ല, ഇവളൊന്നും ശരിക്കും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഇവൻ തന്നെ പോയിട്ട് മുട്ട വെച്ചിട്ട് എന്തോ ഒരു ഡിഷ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ സീ പറയണം ഓക്കെ ഇന്നോ ഞാൻ നിങ്ങളുടെ ബർത്ത്ഡേ മറന്നുപോയി, ഇനി നാളെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ അടിപൊളി ട്രീറ്റ് ഞാൻ തന്നെ റെഡിയാക്കുമെന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.